നമ്മളൊക്കെ എത്ര ശ്രദ്ധിച്ചാലും പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, മറവികൾ വരാറുണ്ട്. മറവികൾ സ്വാഭാവികമാണ്. ആ മറവി സംഭവിച്ചാൽ, ഉദാഹരണത്തിന് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് അത്തഹിയാത്ത് മറന്നുപോയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പല ആളുകളും നിസ്കരിക്കുമ്പോൾ, ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇമാമിന് ഖുനൂത്ത് മറന്നു പോവാം, അല്ലെങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 3ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഇരിക്കാം, അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം 5ാമത്തെ റക്അത്തിലേക്ക് പോവാം. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ, മറവികൾ സ്വാഭാവികമാണ്, സംഭവിച്ചേക്കാം. ആ സമയത്ത് എന്താണ് കൃത്യമായ പരിഹാരം? നമുക്ക് വ്യക്തമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം. പല ഉമ്മമാരും നമസ്കാരത്തിന് ശേഷം കുടുംബകലഹം ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അതായത് മരുമോളും മോളും അയൽവക്കക്കാരൊക്കെ ആയിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് നിൽക്കുന്നത് മരുമോളായിരിക്കും. ഓള് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു അത്തഹിയാത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂറത്തോ ഒക്കെ മറന്നുപോയാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഭയങ്കര കോലാഹലമാണ്. അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു മറവി സംഭവിച്ചതിന്റെ പേരിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് കൃത്യമായ പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? സഹുവിന്റെ സുജൂദ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സഹുവിന്റെ സുജൂദ്? എന്താണ് ഈ സഹുവിന്റെ സുജൂദ്? അതിന്റെ അർത്ഥം, മലയാള അർത്ഥം എന്താണ്? സഹുവിന്റെ സുജൂദിൽ പറയേണ്ട ദുആ ഏതാണ്? സഹുവിന്റെ സുജൂദ് എങ്ങനെ പ്രാക്ടിക്കൽ അടക്കം നമുക്ക് കണ്ടുപഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മളൊക്കെ നമസ്കരിക്കാറുള്ളവരാണല്ലോ. അത് സുന്നത്തായ നിസ്കാരമാവട്ടെ, ഫർളായ നിസ്കാരമാവട്ടെ, നിസ്കരിക്കുമ്പോൾ ജമാഅത്താവട്ടെ, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കട്ടെ, വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കട്ടെ, പള്ളിയിൽ പുരുഷന്മാർ നിസ്കരിക്കട്ടെ, ഇമാമും ജമാഅത്തായി നിസ്കരിക്കട്ടെ, ഒറ്റക്ക് നിസ്കരിക്കട്ടെ, ഏത് സമയത്താണെങ്കിലും നമ്മൾക്ക് നിസ്കരിക്കുന്ന സമയം ഒരു മനുഷ്യന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പിശാച് വലയം ചെയ്യുന്ന സമയമാണ്. ഒരാൾ വെറുതെ ഇരിക്കുന്ന സമയത്തും ഒരാൾ നിസ്കരിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ശൈത്താൻ കൂടെ വരുന്നത് നിസ്കരിക്കുന്ന സമയത്താണ്. നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലേക്ക് ഒരുപാട് മോശപ്പെട്ട ചിന്തകൾ കൊടുക്കുന്നു, അനാവശ്യമായ ചിന്തകൾ കൊടുക്കുന്നു, അതുപോലെ പല തോന്നലുകൾ കൊടുക്കുന്നു. നിസ്കാരം ഒന്ന് പെട്ടെന്ന് തീർക്കാനുള്ള തോന്നൽ, അതുപോലെ തന്നെ മറ്റ് ചിന്തകളിലേക്ക് പോവുക, അതുപോലെ തന്നെ മറവി സംഭവിക്കുക. ഇത് 3ാമത്തെ റക്അത്താണോ 4ആണോ, ഇനി 5ലേക്ക് ഞാൻ പോയോ, ഇനി 1ാമത്തെ അത്തഹിയാത്ത് ഞാൻ ഓതിയോ, അങ്ങനെ സൂറത്ത് ഓതിയോ ഫാത്തിഹ ഓതിയോ എന്നുള്ള പല സംശയങ്ങളും പലപ്പോഴും നമുക്കുണ്ടാവുന്നത് ശൈത്വാനിന്റെ ദുർബോധനം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത്, നമസ്കരിക്കുന്ന സമയത്ത് നല്ലതുപോലെ വുളു എടുക്കണം. വുളു നല്ലതുപോലെ നമ്മൾ എടുത്താൽ, എല്ലാ സുന്നത്തുകളും പാലിച്ച്, ഫർളുകളും സുന്നത്തുകളൊക്കെ പാലിച്ച് വുളു നല്ലതുപോലെ എടുത്തിട്ട് നിസ്കരിച്ചാൽ തന്നെ പകുതി ശൈത്വാനിന്റെ വസ്വാസ് കുറയുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥലം വൃത്തിയാവുക, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കുക, മറ്റ് ചിന്തകൾ പരമാവധി വരാതെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഇതൊക്കെ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനുള്ള പല കാരണങ്ങളാണ്. നിസ്കരിക്കുമ്പോൾ ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇത് കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ള ചിന്തകളൊക്കെ കൊണ്ടുവന്നാൽ നമസ്കാരത്തിൽ ഏകാഗ്രത ഉണ്ടാകുമെന്ന് പല മഹാന്മാരും പല സ്ഥലത്തും പല കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നിസ്കാരത്തിൽ നീ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ച് നമ്മൾ 4ാമത്തെ റക്അത്തിൽ ഇരിക്കാതെ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഇശാ നിസ്കരിക്കുകയാണ്, ഇശാ നമസ്കാരം 4 റക്അത്താണല്ലോ, 3ാമത്തെ റക്അത്തിൽ നമ്മൾ അത്തഹിയാത്തിൽ ഇരുന്നു, അപ്പോഴാണ് ഓർക്കുന്നത്, അല്ലാഹുവേ ഞാൻ 3 ആണല്ലോ 4 നിസ്കരിച്ചില്ല. അങ്ങനെ പല പല സംശയങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രധാനപ്പെട്ട ചില സംശയങ്ങളും അതിന്റെ പ്രതിവിധികളും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ആദ്യമായി നമ്മൾ നോക്കുന്നത്, മുഴുവൻ ആളുകൾക്കും, അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും വീട്ടിൽ സ്ത്രീകൾ ഉമ്മമാര് നിസ്കരിക്കുമ്പോഴും ഒക്കെ ഉള്ള ഒരു സംശയമാണ് 4 റക്അത്തുള്ള നമസ്കാരം, ഇശാ, അതുപോലെ ളുഹർ, അതുപോലെ അസർ. ഈ 4 റക്അത്തുള്ള നമസ്കാരം, ഈ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 4ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടതിന് പകരം 4ാമത്തെ റക്അത്തിൽ നേരെ നമ്മൾ പോകുന്നു 5ാമത്തെ റക്അത്തിലേക്ക്. 4ാമത്തെ റക്അത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കാതെ, അത്തഹിയാത്ത് മറന്നുപോയി, നമ്മൾ എന്ത് ചെയ്യുന്നു, മറന്നുപോയി നേരെ പോകുന്നു 5ാമത്തെ റക്അത്തിലേക്ക്. അങ്ങനെ 5ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാണ് നമുക്ക് ഓർമ്മ വന്നത്, അല്ലോ ഇത് 5ാമത്തെ റക്അത്താണല്ലോ,
നാലാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടതിന് പകരം ഞാൻ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നല്ലോ എന്ന് അപ്പോഴാണ് ഓർക്കുന്നത്. അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് ഇത് എന്താണ്, ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, പുറകിൽ നിന്ന് ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഓ ഇത് അഞ്ചാമത്തെ റക്അത്താണല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇനി ഒറ്റക്ക് നമസ്കരിക്കുന്നവരാണെങ്കിൽ അയാൾ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അഞ്ചാമത്തെ റക്അത്താണെന്ന്. അങ്ങനെയുള്ള ഒരു സാഹചര്യമായാൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ മഹാന്മാര് പറയുന്നു, ഫുഖഹാക്കൾ പറയുന്നു, 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 4ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കാതെ മറന്നുകൊണ്ട് ഒരു മനുഷ്യൻ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാവട്ടെ അവൻ അവിടെ ചെയ്യേണ്ടത് ഉടൻ തന്നെ അവിടെ ഇരിക്കലാണ്. ഇരിക്കുന്നു പറഞ്ഞാൽ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോലെ ഉടൻ തന്നെ പോയി 4ാമത്തെ റക്അത്തിന്റെ അത്തഹിയാത്തിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ എന്ത് ഇരുത്തം ഇരിക്കണം? ഇഫ്തിറാഷിന്റെ ഇരുത്തമായിരിക്കണം ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമല്ലോ, ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഇടത് കാല് ഇങ്ങനെ അല്പം ചരിച്ചു വെച്ച് നമ്മുടെ പൃഷ്ഠഭാഗം ആ കാലിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാവണം നമ്മൾ അവിടെ ഇരിക്കേണ്ടത്. അത്തഹിയാത്തിലിരുന്ന് അത്തഹിയാത്ത് പൂർണ്ണമായും ഓതുക, അതുപോലെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് ഓതുക, അത് കഴിഞ്ഞുള്ള നമ്മുടെ ദുആയൊക്കെ സാധാരണ പോലെ ഓതിയിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഈ സുജൂദിന്റെ പേരാണ് സഹ്വിന്റെ സുജൂദ്, അതായത് മറവിയുടെ സുജൂദ്. നമ്മൾ ഏതായാലും അത്തഹിയാത്തിലിരിക്കാൻ മറന്നുപോയല്ലോ, അപ്പൊ അതിനുള്ള പരിഹാരം ആ സുജൂദിന്റെ പേരാണ് സഹ്വിന്റെ സുജൂദ്. ആ സുജൂദിൽ എന്താണ് പറയേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? 5ാമത്തെ റക്അത്തിലേക്ക് വന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല, നിസ്കാരം അവിടെ ബാത്തിലായിട്ടില്ല. നേരെ പോയിട്ട് എന്താണ്, അത്തഹിയാത്തിലേക്ക് ഇരുന്ന് അത്തഹിയാത്തും സലാത്തും ഒക്കെ പൂർണ്ണമായിട്ട് ഓതി സലാം വീട്ടുന്നതിന് മുമ്പ് 2 പ്രാവശ്യം സുജൂദ് ചെയ്യുക, സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ആ സുജൂദ് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തം, തവറുക്കിന്റെ ഇരുത്തം. അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുമല്ലോ, നമ്മുടെ പൃഷ്ഠഭാഗം ഭൂമിയിൽ ഉറപ്പിച്ചിരുത്തുന്ന ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തം അവസാനത്തെ അത്തഹിയാത്ത് ഇരുന്നിട്ട് വേണം നമ്മൾ 2 സലാം വീട്ടാൻ. അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് അതിന്റെ പരിഹാരക്രിയ. അത് മനസ്സിലായല്ലോ? അത് 1ാമത്തെ മസല. അപ്പോ ഇതുപോലുള്ള ഈ സംശയം ഒരുപാട് പേർക്കുണ്ട്. 5ാമത്തെ റക്അത്തിലേക്ക് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നമസ്കാരം ബാത്തിലായോ? കൈ അഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ആദ്യം തൊട്ട് നിസ്കരിക്കണോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. കൈ അഴിച്ച് അവിടെ ആദ്യം തൊട്ട് നിസ്കരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ചെയ്യേണ്ടത് നേരെ നമ്മൾ അത്തഹിയാത്തിലേക്ക് പോവുക. അത്തഹിയാത്തിൽ പോകുമ്പോൾ അവിടെ ഇരിക്കേണ്ടത് ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാണ്. ആ ഇരുത്തത്തിന് ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് അത്തഹിയാത്തൊക്കെ പൂർണ്ണമായും ഓതിയിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് 2 പ്രാവശ്യം സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്തതിന് ശേഷമായിരിക്കണം സലാം വീട്ടേണ്ടത്. അതാണ് ഇതിനുള്ള പരിഹാരം. ഇനി അടുത്ത മസല, ഇനി ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന് എന്തെങ്കിലും മറവി സംഭവിച്ചാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ഉണർത്തി കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരം, ആ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 3ാമത്തെ റക്അത്തിൽ ഇമാമ് അത്തഹിയാത്തിൽ ഇരുന്നു. സത്യം പറഞ്ഞാൽ അത്തഹിയാത്ത് ഇല്ലല്ലോ, 3ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഇല്ല, 4ാമത്തെ റക്അത്തിലാണ് അത്തഹിയാത്ത് ഉള്ളത്. 3ാമത്തെ റക്അത്തിൽ ഈ ഇമാം എന്ത് ചെയ്തു? അത്തഹിയാത്തിൽ ഇരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ഉണർത്തി കൊടുക്കണം. അത് കേട്ട് ഇമാം അപ്പോൾ മനസ്സിലാക്കി അയാൾ എന്ത് ചെയ്യുക? 4ാമത്തെ റക്അത്തിലേക്ക് വരിക. അതുപോലെ കൂടെയുള്ള ആളുകളും 4ാമത്തെ റക്അത്തിലേക്ക് വരിക. എന്നിട്ടോ 4ാമത്തെ റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടുന്നതിന് മുമ്പ്, ഏതായാലും ഇമാമാണല്ലോ മറന്നത്, ഇമാമിന്റെ പുറകിലാണല്ലോ മറ്റു മഅ്മൂമിങ്ങൾ നിൽക്കുന്നത്, അപ്പോ നേതാവായ ഇമാമ് മറന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇമാമ് സുജൂദ് ചെയ്യുമ്പോൾ കൂടെയുള്ള മഅ്മൂമിങ്ങളും സുജൂദ് ചെയ്യേണ്ടതാണ്. കാരണം ഇമാം എന്ത് പ്രവൃത്തി ചെയ്യണോ അത് ചെയ്യൽ മഅ്മൂമിങ്ങൾ ബാധ്യതയാണ്. നിസ്കാരം ബാത്തിലാവാത്ത എന്ത് കാര്യം ചെയ്താലും ഇമാമിന്റെ പുറകെ മഅ്മൂമിങ്ങളും അത് ചെയ്യേണ്ടതാണ്. അതിന്റെ ഉദാഹരണമാണ് സഹ്വിന്റെ സുജൂദ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയാൽ ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ മഅ്മൂമിങ്ങളും ആ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ഇനി അടുത്ത മസല, ഒരാൾ നിസ്കരിക്കുന്നു, അയാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതാവട്ടെ അല്ല ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്നതാവട്ടെ, അങ്ങനെ 4ാമത്തെ റക്അത്തിൽ ഇരിക്കേണ്ടതിന് പകരം ഇയാൾ എന്ത് ചെയ്തു? 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. അല്ലാഹു അക്ബർ, 5ാമത്തെ റക്അത്തിൽ കൈകെട്ടി. ഇയാൾക്ക് ഓർമ്മയില്ല ഇത് 5ാമത്തെ റക്അത്താണ്. ഇയാൾ സാധാരണ പോലെ ഇത് 4ാമത്തെ റക്അത്താണെന്ന് വിചാരിച്ച് ഫാത്തിഹ ഓതുന്നു. അത് കഴിഞ്ഞ് റുകൂ ചെയ്തു, ഇഅ്തിദാൽ, പിന്നെ 1ാമത്തെ സുജൂദ്, സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, 2ാമത്തെ സുജൂദ്, പിന്നെ അത്തഹിയാത്ത്.
സംഭവം ഇത് 5-ാമത്തെ റക്അത്താണ്. മൂപ്പർ ഓർത്തത് എന്താണ്? ഇത് 4-ാമത്തെ റക്അത്താണെന്ന്. അങ്ങനെ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ ഇത് 5-ാമത്തെ റക്അത്താണല്ലോ, ഞാനിവിടെ അത്തഹിയ്യാത്ത് ഇരിക്കാതെ വീണ്ടും എഴുന്നേറ്റ് പോയി 5-ാമത്തെ റക്അത്താണല്ലോ ഞാൻ ഈ നിസ്കരിക്കുന്നത്. ഇയാൾ മറന്നുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഒന്നും ചെയ്യാനില്ല, അത്തഹിയ്യാത്ത് ഓതി പൂർത്തിയാക്കുക, സലാത്തും സലാം ഒക്കെ പറയുക, എന്നിട്ടോ 2 സുജൂദ് ചെയ്യുക. ആ സമയത്ത് 2 സഹവിന്റെ സുജൂദ് ചെയ്യുക, എന്നിട്ട് സലാം വീട്ടുക. അത് തന്നെ, എന്നിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അല്ലാഹുവേ ഞാൻ മറന്നുപോയി ചെയ്തതാണ്. കാരണം ഇത് മറവിയാണ്. മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കുന്ന 2 കാര്യം, ഒന്ന് മറവിയാണ്, 2 ഉറക്കമാണ്. മറവിയും ഉറക്കവും പലപ്പോഴും നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സാധനങ്ങളാണ്. അല്ലാഹു തആല നിസിയാൻ, മറവി കൊണ്ട് എന്റെ ഉമ്മത്തിനെ പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മറവി ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? 2 സുജൂദ് കൊണ്ട് നമുക്കിത് പരിഹരിക്കാവുന്നതാണ്. ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്. അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4-ാമത്തെ റക്അത്ത്, ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കുകയാണ്, 4-ാമത്തെ റക്അത്തിലാണ്. 4-ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം, ഇത് 4-ാമത്തെ റക്അത്താണോ അതോ 3-ാമത്തെ റക്അത്താണോ? ഞാൻ 3-ാമത്തെ റക്അത്തിൽ നിസ്കരിച്ചായിരുന്നോ? ഇത് 3 ആണോ 4 ആണോ എന്നുള്ള ഒരു സംശയം. അപ്പൊ അത്തഹിയ്യാത്തിൽ ഞാൻ ഇരുന്നത് ഈ റക്അത്തിലാണോ അതോ കഴിഞ്ഞ റക്അത്തിലാണോ, അതിന്റെ മുമ്പത്തെ, മൊത്തത്തിലൊരു സംശയം. അതായത് ഇത് 3-ാമത്തെ റക്അത്താണോ 4-ാമത്തെ റക്അത്താണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ്. എവിടെ? സത്യത്തിൽ 4-ാമത്തെ റക്അത്താണ്, പക്ഷെ അത് 4 ആണോ 3 ആണോ എന്നൊരു സംശയം. അപ്പൊ അവിടെ ചെയ്യേണ്ടത്, നമ്മൾ ആ ഇപ്പൊ നിൽക്കുന്ന റക്അത്തുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് കാണുക. അതായത് ഇപ്പോ സംശയം 4 ആണോ 3 ആണോ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ കുറഞ്ഞതിന് പിടിക്കുക, ഇത് 3 ആണ് എന്ന് പിടിക്കുക. ഇത് 3 ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് ആ റക്അത്ത് പൂർത്തിയാക്കുക. ആ റക്അത്ത് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെ നമ്മൾ 3-ാമത്തെ ആണല്ലോ ഉറപ്പിച്ചത് നിസ്കരിച്ചത്, പിന്നെ 4-ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരിക. സത്യത്തിൽ അവിടെ ഒരു 5 റക്അത്ത് ആകും. കാരണം നമുക്കൊരു സംശയമാണ്, എന്ത്, ഇത് 3 ആണോ ഇത് 4 ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറഞ്ഞതിനെ പിടിച്ച് നമ്മൾ ബാക്കി നിസ്കാരം പൂർത്തിയാക്കുകയാണ് അവിടെ വേണ്ടത്. അതിന്റെ അവസാനം നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദും കൂടി ചെയ്യലാണ് അതിന്റെ പരിഹാരം. ഇനി ഒരു ഒരാൾ ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നുപോയി. ഇപ്പോ സുബഹി നമസ്കാരം ഒഴിച്ച് ബാക്കി എല്ലാ നമസ്കാരത്തിനും ആദ്യത്തെ അത്തഹിയ്യാത്തും 2-ാമത്തെ അത്തഹിയ്യാത്തും ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നുപോയി. അതായത് നേരെ പോയത് എങ്ങോട്ടാ? നൃത്തത്തിലേക്കാണ്. അതായത് ഇപ്പോ മഗ്‌രിബ് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കുന്നു. അപ്പോ 2-ാമത്തെ റക്അത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ടതുണ്ട്. അയാൾ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ നേരെ വന്നു 3-ാമത്തെ റക്അത്തിലേക്ക് നിന്നു. അല്ലാഹു അക്ബർ. 3-ാമത്തെ റക്അത്തിൽ നിന്നപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്, പടച്ചോനെ ഞാൻ അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ലല്ലോ, ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ലല്ലോ എന്ന്. എങ്കിൽ അയാള് അവിടെ 3-ാമത്തെ റക്അത്തിൽ വന്നു നിന്ന് കൈകെട്ടി. അപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ലല്ലോ എന്ന്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും നേരെ ആ ആദ്യത്തെ അത്തഹിയ്യാത്തിലേക്ക് മടങ്ങാൻ പാടില്ല. കാരണം നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു ഫർളിലാണ്. നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫർളാണ്. പിന്നെ നമ്മൾ ഇനി പോകുന്നത്, നമ്മൾ ഉപേക്ഷിച്ചത്, മറന്നുപോയത് ഒരു സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് സുന്നത്താണ്. 4 റക്അത്തുള്ള നമസ്കാരം, 3 റക്അത്തുള്ള നമസ്കാരത്തിലെ ആദ്യത്തെ അത്തഹിയ്യാത്ത് എന്താണ്? സുന്നത്താണ്. അപ്പൊ നമ്മൾ നിലവിൽ ഫർളിലാണ് നിൽക്കുന്നത്. ഫർളിൽ നിന്നിട്ട് വീണ്ടും സുന്നത്തിലേക്ക് പോവാൻ പാടില്ല. അങ്ങനെ പോയാൽ നിസ്കാരം ബാത്തിലാവും. പിന്നെ ആദ്യം തൊട്ട് നിസ്കരിക്കണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് 4 റക്അത്തുള്ള നിസ്കാരം അല്ലെങ്കിൽ 3 റക്അത്തുള്ള നിസ്കാരത്തിൽ നമ്മൾ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഇരിക്കാതെ മറന്നുകൊണ്ട് നേരെ എന്ത് ചെയ്തു? 3-ാമത്തെ റക്അത്തിലേക്ക് വന്നു. അല്ലാഹു അക്ബർ. കൈകെട്ടി ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ കൈ കെട്ടി കഴിഞ്ഞാൽ അല്ലോ ഇത് 3-ാമത്തെ റക്അത്താണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളെ ഇമാമ് 3-ാമത്തെ റക്അത്തിലേക്ക് വന്നപ്പോൾ മഅ്മൂമിൽ നിന്നും ഒരാൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാൾ ചിന്തിക്കുന്നത്, അല്ലാഹുവേ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ലല്ലോ. എങ്കിൽ ആ അത്തഹിയ്യാത്തിലേക്ക് മടങ്ങാൻ പാടില്ല. 3-ാമത്തെ റക്അത്തിൽ തന്നെ അങ്ങനെ തുടർന്നു പോവുക. 3-ാമത്തെ റക്അത്ത് ഫാത്തിഹ ഓതി പിന്നെ റുക്കൂ ചെയ്ത് പിന്നെ ഇഅ്തിദാൽ ചെയ്ത് പിന്നെ 4-ാമത്തെ റക്അത്ത്, 4 റക്അത്ത് നിസ്കാരമാണെങ്കിൽ പിന്നെ 4-ാമത്തെ റക്അത്തിലേക്ക് വന്ന് നിസ്കാരം പൂർത്തിയാക്കി അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദ് അവിടെ ചെയ്യണം. ഇനി മഗ്‌രിബാണെങ്കിൽ 3-ാമത്തെ റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടുന്നതിന് മുമ്പ് അവിടെ 2 സഹവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? 3-ാമത്തെ റക്അത്തിലേക്ക് വന്നിട്ട് അത്തഹിയ്യാത്ത് ഓതിയില്ല എന്നും പറഞ്ഞ് അത്തഹിയ്യാത്തിലേക്ക് മടങ്ങാൻ പാടില്ല. ഇനി ഒരാള്
അത്തഹിയാത്തിൽ ഇരിക്കാതെ ഇങ്ങനെ പതിയെ എണീറ്റ് നിന്നിട്ടില്ല. അയാൾ വന്നിങ്ങനെ കൈ കെട്ടിയിട്ടില്ല, നിന്നിട്ടില്ല. അയാൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ആ നൃത്തത്തിന്റെ അവസ്ഥയിലേക്ക്, മഖാമിലേക്ക് വന്നിട്ടില്ല. അയാൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴാണ് അല്ലാഹു അത്തഹിയാത്ത് ഓതിയില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ഉടൻ തന്നെ അത്തഹിയാത്തിലേക്ക് പോയാൽ കുഴപ്പമില്ല. പക്ഷെ എഴുന്നേറ്റ് വന്ന് നിന്ന് ആ ഒരു ഫർദിലേക്ക് വന്ന് നിന്നിട്ട് പിന്നെ അങ്ങോട്ട് മടങ്ങാൻ പാടില്ല. കാരണം ഒരു ഫർദിൽ നിന്നും സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല, നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഈ കാര്യം, ഈ ഒരു മസല പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാം ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, മഅ്മൂം ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നമ്മളിവിടെ പറഞ്ഞു. എങ്ങനെ? ഇമാം ആണെങ്കിൽ ഒരാൾ പുറകിൽ നിന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ അവിടെ നമ്മൾ നൃത്തത്തിലാണെങ്കിൽ എന്താണ്, അതങ്ങോട്ട് തുടർന്ന് പോവുക, പിന്നെ തഹിയാത്തിലേക്ക് പോകാൻ പാടില്ല. ഇനി ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, ഒരു ഉമ്മ ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കുകയാണ്, അങ്ങനെ മൂന്നാമത്തെ റക്അത്തിലേക്ക് വന്ന് നിന്നതിന് ശേഷമാണ് ഓർക്കുന്നത്, പടച്ചോനെ ഞാൻ ആദ്യത്തെ തഹിയാത്ത് ഓതിയില്ലല്ലോ, അപ്പൊ ആ തഹിയാത്തിലേക്ക് മടങ്ങണ്ട, മൂന്നാമത്തെ റക്അത്ത് ഓതി പൂർത്തിയാക്കി, മഗ്രിബാണെങ്കിൽ മൂന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദ് ചെയ്താൽ അവിടെ പരിഹാരമായി. അപ്പൊ ആദ്യത്തെ അത്തഹിയാത്ത് മറന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാം? സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ അത്തഹിയാത്ത് ഉപേക്ഷിച്ചു, അത് നമ്മൾ മറന്നുപോയല്ലോ, പിന്നെ അത് ഓതി തീർക്കുക, മടക്കിയെടുക്കുക, അങ്ങനെയൊന്നുമില്ല. അത് ആ സഹവിന്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിച്ചു. പിന്നെ ഇനി മറ്റൊരു സംശയം, ഉസ്താദ് 4 റക്അത്തുള്ള നമസ്കാരം, 4 റക്അത്തുള്ള ഇപ്പൊ ളുഹർ, ഇശ, അസർ അത് നിസ്കരിക്കുകയാണ്. മൂന്നാമത്തെ റക്അത്ത് ആയപ്പോൾ നേരെ അത്തഹിയാത്തിലേക്ക് ഇരുന്നു. അതായത് ഒരു റക്അത്ത് മറന്നുപോയി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റക്അത്തിൽ ഈ നിസ്കരിക്കുന്ന ആള് വിചാരിക്കുന്നത് ഇത് 4ാമത്തെ റക്അത്ത് ആണ് എന്നാണ്. ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ മൂന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടി എഴുന്നേൽക്കണമല്ലോ 4ാമത്തെ റക്അത്തിലേക്ക്. ഇയാൾ എന്ത് ചെയ്തു? അയാൾ മറന്നുപോയി, ഇത് 3ാമത്തെ റക്അത്തിൽ ഇയാൾ ചിന്തിക്കുന്നത് ഇത് 4ാമത്തെ റക്അത്താണെന്നാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? 3ാമത്തെ റക്അത്തിൽ ഇരിക്കുക മാത്രമല്ല, സലാമും വീട്ടി. അത്തഹിയാത്തൊക്കെ ഓതി സലാം വീട്ടി. ഇപ്പൊ ളുഹർ നിസ്കാരം 4 റക്അത്താണല്ലോ. അയാൾ 1 റക്അത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു, 3 റക്അത്ത് നിസ്കരിച്ചിട്ട് 3ാമത്തെ റക്അത്തിൽ നിന്നും നമ്മൾ എങ്ങോട്ടാ? 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കണ്ടേ? ഇയാൾ എഴുന്നേൽക്കാതെ മറന്നുകൊണ്ട് 3ാമത്തെ റക്അത്തിൽ അയാൾ ഇരുന്നു. അത്തഹിയാത്ത്, അതായത് 2ാമത്തെ അത്തഹിയാത്തിൽ ഇരുന്നു. അത്തഹിയാത്തൊക്കെ ഓതിയിട്ട് സലാം വീട്ടി കഴിഞ്ഞ് ഉടൻ തന്നെ ഓർത്തു, പടച്ചോനെ ഇത് 3ാമത്തെ റക്അത്താണല്ലോ, 4 അല്ലല്ലോ. ഉടൻ, അതായത് സലാം വീട്ടിയ ഉടൻ തന്നെ, വേറെ താമസമൊന്നുമില്ല, ഉടൻ തന്നെ ഇയാൾ ഓർത്താൽ അയാൾ എന്ത് ചെയ്യണം? ഉടനെ എഴുന്നേറ്റ് നിന്ന് ആ ഒരു റക്അത്ത്, 4ാമത്തെ റക്അത്ത് കിട്ടിയില്ലല്ലോ, അപ്പൊ 4ാമത്തെ റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിച്ച് ആ 4ാമത്തെ റക്അത്ത് സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇനി ഒരാള് 3ാമത്തെ റക്അത്തിൽ ഇരുന്ന് അത്തഹിയാത്തൊക്കെ ഓതി സലാം വീട്ടി, കുറെ കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞ പതുക്കെ പുറകിൽ നിന്ന് ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അപ്പൊ ഒരാൾ ഉസ്താദേ 3 റക്അത്താണെന്ന് തോന്നുന്നു. എനിക്കും തോന്നി. എന്നാൽ 1 റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ പോരാ, കാരണം ഒരുപാട് സമയം കഴിഞ്ഞു, അവിടെ ദിക്റും ദുആയൊക്കെ കഴിഞ്ഞു. എന്നാൽ എന്ത് ചെയ്യണം? ആദ്യം തൊട്ട് പിന്നെയും അവർ നമസ്കരിക്കണം, മടക്കി നിസ്കരിക്കണം. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സലാം വീട്ടിയ ഉടൻ തന്നെ ഓർത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു റക്അത്ത് നമ്മൾ നിസ്കരിക്കുകയും സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇനി 3 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പടച്ചോനെ 1 റക്അത്തും കൂടെ നിസ്കരിക്കാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്, എന്ന് ഓർക്കുന്നത്, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം അവിടെ ബാത്തിലായി. ആദ്യം തൊട്ട് അവിടെ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ 4ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമല്ലോ. ഇപ്പോ സലാം വീട്ടി ഉടൻ തന്നെ ഓർത്തു, അപ്പൊ 4ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് ഉടൻ തന്നെ കൈ കെട്ടുക. അവിടെ പിന്നെ നിയത്തൊന്നുമില്ല, നേരെ വന്ന് ഉടൻ തന്നെ കൈ കെട്ടി ഫാത്തിഹ ഓതി റുകൂഉം ഇഅ്തിദാലും സുജൂദൊക്കെ ചെയ്ത് ആ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദ് ചെയ്തിട്ട് നമ്മൾ സലാം വീട്ടുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. ഇനി അടുത്ത മസല, പള്ളിയിൽ നമസ്കാരം നടക്കുന്നു, ഇമാം ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കാരം നടക്കുന്നു. അപ്പൊ ഒരാള് 1 റക്അത്ത് താമസിച്ചാണ് കടന്നു വരുന്നത്. അങ്ങനെ താമസിച്ചു വരുന്ന സമയത്ത് ഇമാമ് 4 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ ഇമാമ് സലാം വീട്ടുമ്പോ ഇയാളും കൂടെ സലാം വീട്ടിപ്പോയി. കാരണം ഇയാൾക്ക് 3 റക്അത്തേ കിട്ടിയിട്ടുള്ളൂ. കാരണം 1 റക്അത്ത് താമസിച്ചാണ് ഈ മനുഷ്യൻ വന്നത്. പക്ഷെ ഇമാമ് 4ാമത്തെ റക്അത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോൾ ഇയാൾ അറിയാതെ മറന്നുകൊണ്ട് സലാം വീട്ടിയ ഉടൻ തന്നെയാണ് ഈ മനുഷ്യൻ ഓർത്തത്, അല്ലോ ഞാൻ 3 റക്അത്ത് നിസ്കരിച്ചുള്ളല്ലോ, ഞാൻ 1 റക്അത്ത് താമസിച്ചാണല്ലോ വന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ, അതായത് സലാം വീട്ടിയ ഉടൻ തന്നെ ഇയാൾ മനസ്സിലാക്കിയാൽ
ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് അയാൾ 4ാമത്തെ റക്അത്ത് പൂർത്തിയാക്കുകയും പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പ് ഇയാൾ മറന്നുപോയത് കാരണത്താൽ 2 സഹവിന്റെ സുജൂദ് ചെയ്യുകയും അവിടെ ചെയ്യൽ സുന്നത്താണ്. ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരുപാട് സംശയങ്ങൾ വന്നു അല്ലെ. നമ്മുടെ സംശയങ്ങൾ വന്നാൽ സഹവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഈ സുജൂദിൽ എന്താണ് പറയേണ്ടത്? ഈ സഹവിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മള് അത്തഹിയാത്ത് മറന്നുപോയി, അതുപോലെ കുനൂത്ത് മറന്നുപോയി. പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധമാണെന്ത്? നമുക്ക് കുനൂത്ത് മറന്നു പോവുക. അതായത് 2ാമത്തെ റക്അത്തിൽ, സുബഹിയുടെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ നമുക്കുണ്ട് എന്തുണ്ട്? കുനൂത്തുണ്ട്. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് എന്ന് തുടങ്ങുന്ന കുനൂത്തല്ലോ, ആ കുനൂത്ത് മറന്നുപോയി, നേരെ സുജൂദിലേക്ക് പോയി. അങ്ങനെ സുജൂദിലേക്ക് പോയാൽ സുജൂദിൽ കിടന്നിട്ടാണ് ഓർക്കുന്നത്, പടച്ചോനെ ഞാൻ കുനൂത്ത് ഓതിയില്ലല്ലോ എന്ന്. അപ്പൊ സുജൂദിൽ കിടന്നിട്ട് കുനൂത്ത് ഓതിയില്ലല്ലോ എന്ന് ഓർത്ത് വീണ്ടും അയാൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് കുനൂത്ത് ഓതാൻ പോകരുത്. അങ്ങനെ പോയാൽ നിസ്കാരം ബാത്തിലാവും. കാരണം നമ്മൾ നിലവിൽ സുജൂദിലാണ് കിടക്കുന്നത്. സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു ഫർളാണ്. ആ ഫർളിൽ നിന്നും സുന്നത്തായ കുനൂത്ത് ഓതാൻ വേണ്ടി പോകാൻ പാടില്ല. പിന്നെ എന്താ, സുജൂദിലാണെങ്കിൽ ആയിക്കോട്ടെ, സുജൂദ് ആ 1ാമത്തെ സുജൂദ് കഴിഞ്ഞു, സുജൂദിന്റെ ഇടയിൽ ഇരുത്തം, 2ാമത്തെ സുജൂദ്, പിന്നെ അത്തഹിയാത്തിലേക്ക് വന്ന് അത്തഹിയാത്തും സലാത്തും സലാമും ദുആയും ഒക്കെ ഓതിയിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്യുക? 2 സഹവിന്റെ സുജൂദ് ചെയ്യുക. അതിനുശേഷം സലാം വീട്ടുക. അതാണ് പരിഹാരം. കുനൂത്ത് മറന്നുപോയാൽ, ആദ്യത്തെ അത്തഹിയാത്ത് മറന്നുപോയാൽ ചെയ്യേണ്ടത് എന്താണ്? അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് 2 സഹവിന്റെ സുജൂദ് ചെയ്യുക. വീട്ടിലും പള്ളിയിലൊക്കെ നമ്മൾ ജമാഅത്തായൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് പല പള്ളികളിലും ഉസ്താദ്മാർ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അത്തഹിയാത്ത് മറന്നു പോകും, ചിലപ്പോൾ ഒരു റക്അത്ത് കുറഞ്ഞു പോകും. അപ്പൊ എന്താ, അവിടെ സലാം വീട്ടിന് ശേഷം ഒച്ചപ്പാടും ബഹളവും അല്ല അവിടെ കരണീയമായിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താണോ മാർഗം, ദീൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ എന്താ? സഹവിന്റെ സുജൂദ്. സഹവിന്റെ സുജൂദ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യുക? നിസ്കാരം ഒന്നുകൂടി മടക്കി നിസ്കരിക്കുക. അത് നമ്മൾ പറഞ്ഞല്ലോ. ഒന്നെങ്കിൽ സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ അതുകൊണ്ട് പരിഹരിക്കുക. ഇനി നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട കാര്യമാണെങ്കിൽ നിസ്കാരം മടക്കി നിസ്കരിക്കുക. അല്ലാതെ ഒച്ചപ്പാടും ബഹളവും മോൾക്ക് ഉസ്താദിനെ തല്ലലും, അതുപോലെ തന്നെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മമാര് അയൽവക്കത്തെ ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾ നിസ്കരിക്കുമല്ലോ, ചിലപ്പോൾ മകളുണ്ടാകും, മരുമകളുണ്ടാകും. അപ്പൊ അവിടെ എന്തെങ്കിലും മറന്നുപോയാൽ അത് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് സുജൂദ് ചെയ്ത് പരിഹരിക്കലാണ് വേണ്ടത്. അല്ലാതെ അവിടെ മോളെ കുറ്റപ്പെടുത്തലോ അമ്മായിമ്മനെ കുറ്റപ്പെടുത്തലോ, നിനക്ക് നിസ്കരിക്കാൻ അറിയില്ല, നിസ്കാരത്തിൽ വേറെ ചിന്തയാണ്, അവിടെ ഒരു അമ്മായിമ്മ മരുമകൾ പോലും ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പൊ മറവി എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരല്ലേ, അവരുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരുപാട് മനസ്സിലുള്ള ചിന്തകൾ വന്ന് പലപ്പോഴും പല നിസ്കാരത്തിൽ അത്തഹിയാത്തൊക്കെ മറന്നു പോയേക്കാം, കുനൂത്ത് മറന്നു പോയേക്കാം. അപ്പൊ എന്താണ് അതിന്റെ പരിഹാരം? സഹവിന്റെ സുജൂദ് ആണെങ്കിൽ അത് ചെയ്യുക. പരിശുദ്ധമായ റമദാനിൽ നിസ്കരിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇത്. ഇത് റമദാനിലും റമദാൻ അല്ലാത്തപ്പോൾ എപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിൽ മറവി വന്നാൽ ശ്രദ്ധിക്കേണ്ട പരിഹാര ക്രിയകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സഹവിന്റെ സുജൂദിൽ എന്താണ് പറയേണ്ടത്? പല ഉസ്താദുമാരും പല കിതാബുകളിലൊക്കെ ഒരുപാട് ദിക്റും ദുആയൊക്കെ കാണാം. ഇവിടെ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്? സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന് പറയലാണ്. സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന് പറയലാണ് സഹവിന്റെ സുജൂദിലുള്ള ദിക്ർ. സുബ്ഹാന, ഒരു റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അവൻ എങ്ങനെയുള്ളവനാണ്? മൻ ലാ യനാമു വലാ യസ്ഹു, അവനിക്ക് അള്ളാഹുവിന് ഉറക്കവുമില്ല മറവിയുമില്ല. ആ മറവിയും ഉറക്കവും ഇല്ലാത്ത അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധീകരിക്കുന്നു എന്നാണ് ആ ഒരു ദിക്റിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഇനി സഹവിന്റെ സുജൂദ് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്ത്, ഏത് നിസ്കാരമാണോ നമുക്ക് തെറ്റിപ്പോയത് അതിന്റെ അവസാനത്തെ അത്തഹിയാത്ത് നമ്മൾ ഇരിക്കുക. ഇരുന്നിട്ട് അത്തഹിയാത്ത് ഓതുക, സ്വലാത്ത് ഓതുക, സലാം പറയുക. അത് കഴിഞ്ഞ് ദുആ, ഏറ്റവും അവസാനം ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങി അവസാനം വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. 2 സുജൂദ്, സഹവിന്റെ സുജൂദ്. അപ്പോൾ ഇനി അതാണ് പ്രാക്ടിക്കലായി കാണിക്കാൻ പോകുന്നത്. നമ്മൾ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞു, സലാത്തും എല്ലാം ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. അല്ലാഹു അക്ബർ. ഇവിടെ പറയേണ്ടത് സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന് പറയാം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയാം. 3 പ്രാവശ്യം ഇത് പറയാം. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം, ആ ഒറ്റ സുജൂദിൽ 3 പ്രാവശ്യം ഒന്നുകിൽ സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന് പറയാം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സാധാരണ പറയുന്ന ദിക്ർ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു സുജൂദ് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റു. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ നമ്മൾ പറയുന്ന റബ്ബി ഗ്ഫിർ ലി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി അത് പറഞ്ഞിട്ട് വീണ്ടും സുജൂദ്. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയാം, അല്ലെങ്കിൽ
സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്ന് 3 പ്രാവശ്യം പറയാം. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അത്തഹിയാത്തിലേക്ക് വീണ്ടും വരികയാണ്. വീണ്ടും വരുമ്പോൾ പിന്നെ ഇരിക്കേണ്ടത് നമ്മൾ സാധാരണ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപം, അവസാനത്തെ അത്തഹിയാത്ത് നമ്മൾ ഇരിക്കുമല്ലോ, ആ ഒരു രൂപത്തിലാണ് ഇരിക്കേണ്ടത്. ഇരുന്നിട്ട് പിന്നെ നമ്മളൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, പിന്നെ സലാം വീട്ടിലാണ്. അപ്പൊ ഇതാണ് സഹ്വിന്റെ സുജൂദ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ എന്തെങ്കിലും അബ്ആദ് സുന്നത്തുകൾ മറന്നുപോയാൽ അതിനുള്ള പരിഹാരമാണ് സഹ്വിന്റെ സുജൂദ്. ഇനി ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒന്നുകിൽ ആദ്യത്തെ അത്തഹിയാത്ത് മറന്നുപോയി, അല്ലെങ്കിൽ കുനൂത്ത് മറന്നുപോയി, അങ്ങനെ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ ഈ മനുഷ്യൻ സലാം വീട്ടുന്നതിന് മുമ്പ്, അതായത് അവസാനത്തെ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ട സഹ്വിന്റെ സുജൂദ് അതും മറന്നു പോയാൽ, ഒരാള് സുബ്ഹി നിസ്കരിക്കുന്നു, അയാൾ കുനൂത്ത് മറന്നുപോയി, എന്താ ചെയ്യേണ്ടത്? അയാൾ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. എപ്പോൾ? ആ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം 2 പ്രാവശ്യം. പക്ഷേ ആ സഹ്വിന്റെ സുജൂദും ചെയ്യാൻ മറന്നുപോയാൽ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. അയാൾ ആ സഹ്വിന്റെ സുജൂദും മറന്നുപോയാൽ പിന്നെ നമസ്കാരം മടക്കി നിസ്കരിക്കേണ്ട കാര്യമില്ല. കാരണം സഹ്വിന്റെ സുജൂദും എന്താണ്? സുന്നത്താണ്. അത് ചെയ്താൽ ആ കുനൂത്ത് ഓതാത്തതിന്റെ പരിഹാരമാകും. പക്ഷെ ഇനി ഒരു മനുഷ്യൻ അതും മറന്നുപോയാൽ, അതായത് ഈ സഹ്വിന്റെ സുജൂദും മറന്നുപോയാൽ അത് നമസ്കാരത്തെ ബാത്തിലാക്കുകയില്ല ശാഫിഈ മദ്ഹബ് പ്രകാരം. അപ്പോ സഹ്വിന്റെ സുജൂദ് മറന്നുപോയി എന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നും നമസ്കാരത്തിന് സംഭവിക്കുകയില്ല. പക്ഷെ പരമാവധി അത് ഓർത്ത് ചെയ്യലാണ് ഏറ്റവും അഭികാമ്യം. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണാം.